യാത്രക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ ക്ലൂ ആപ്പ് പുറത്തിറക്കി ശുചിത്വ മിഷൻ. യാത്രക്കാർക്ക് അവരുടെ ലൊക്കേഷന് തൊട്ടടുത്തുള്ള ശുചിമുറികൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ എളുപ്പത്തിൽ കണ്ടെത്താം. തദ്ദേശ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ആപ്പ് തയ്യാറാക്കിയത്. ISROയുടെ LVM-3M6 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. LVM-3യുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണിത്. ബാഹുബലി എന്നറിയപ്പെടുന്ന ഈ റോക്കറ്റ് അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. SIR-ൽ പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാൻ ഇന്നു മുതൽ അവസരം. ജനുവരി 22 വരെയാണ് കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനാവുക. ഫെബ്രുവരി 14 വരെ ഹിയറിംഗുകളും മറ്റു പരിശോധനകളും നടക്കും. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. സർക്കാരുമായി നിസ്സഹകരണത്തിനൊരുങ്ങി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. ജനുവരി മുതൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ലെന്ന് ചേംബർ പ്രഖ്യാപിച്ചു. GSTക്ക് പുറമെ വിനോദ നികുതി പിൻവലിക്കണമെന്ന ആവശ്യവും പരിഗണിക്കാത്തതിനാലാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് 12,735 രൂപയും പവന് 1,01,880 രൂപയുമായി.